കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രഷറിൻ്റെ ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷറിൻ്റെ ഇക്വേഷൻ, അതുപോലെ തന്നെ ഇക്വിറ്റ് പാർട്ടീഷൻ ഓഫ് എനർജി, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആയിട്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൽ ഞാൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെക്കുറിച്ച് ഒന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് നമുക്കറിയാം. യൂണിറ്റ് മാസിന് യൂണിറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസിന് ആവശ്യമായ എമൗണ്ട് ഓഫ് ഹീറ്റാണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനാണ്. ഇൻറ്റേർണൽ എനർജിയുടെ കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല. NCV ഡെൽറ്റ ടി യൂണിറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസിന് ആവശ്യമായ എമൗണ്ട് ആകുമ്പോൾ ഡെൽറ്റ ടി ടെമ്പറേച്ചർ ഇൻക്രീസിന് n നമ്പർ ഓഫ് മോളിക്യൂൾസിനാണെങ്കിൽ വേണ്ടുന്ന എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുക NCV ഡെൽറ്റ ടി ആണ്. അപ്പോൾ ഇൻറ്റേർണൽ N1 ആണെങ്കിൽ 1 മോളാണെങ്കിൽ N1 ആണ് ഇൻറ്റേർണൽ എനർജിയുടെ ഇക്വേഷൻ CVdt. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റൻറ്റ് വോളിയം CV എന്ന് പറയുന്നത് എന്താണ്? ഇത് വളരെ ചെറുതാണ്. ഡെൽറ്റ യു വളരെ ചെറുതാണെങ്കിൽ DU എന്ന് എടുക്കാം. ഡെൽറ്റ ടി ടെമ്പറേച്ചർ ഡിഫറൻസ് വളരെ ചെറുതാണെങ്കിൽ DT എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് CV = DU/dt എന്ന് എഴുതും. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ നോക്കുക. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമ്മൾ ഇവിടെ പറയുന്നത് ഒരു മോളിക്കുള് എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇക്വിറ്റ് പാർട്ടീഷൻ ഓഫ് എനർജി ഞാൻ പറഞ്ഞായിരുന്നു. എല്ലാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും ഈക്വലായിട്ടാണ് എനർജി ഡിസ്ട്രിബ്യൂഷൻ. അത് 1/2 kBT ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? അപ്പോൾ ഒരു മൂവ്മെൻറ്റിൽ നമ്മളൊരു മോളിക്കുൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യാൻ പോകുന്നതെങ്കിൽ, അതിന് അത്രയും റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ അതിനൊരു ഡിഗ്രി ഓഫ് ഫ്രീഡമേ ഉള്ളൂ. ഒരു പ്ലെയിനിലാണെങ്കിൽ അതിന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഒരു സ്പേസിലാണെങ്കിൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും? എക്സിലും വൈയിലും ഇസഡിലും മൂവ് ചെയ്യാമല്ലോ. അപ്പോൾ എന്താണ്? മോഷൻ ഇൻ എ ലൈൻ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം, motion in a plane 2 degrees of freedom, and motion in a space there are 3 degrees of freedom. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുക. ഏത് ഇതിൽ മൂവ് ചെയ്യാൻ പറ്റും? എക്സ് ഡയറക്ഷനിലാണെങ്കിൽ മൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡമേ ഉള്ളൂ. എക്സിലും വൈയിലും, ഒരു പ്ലെയിനിലാണെങ്കിൽ നമുക്കറിയാം എക്സിലും വൈയിലും മൂവ്മെൻ്റ് ഉണ്ട്, അവിടെ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ഒരു സ്പേസിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ എക്സിലും വൈയിലും ഇസഡിലും മൂവ് ചെയ്യാൻ പറ്റും, അതിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. എല്ലാത്തിലും ഈക്വലിയാണ് എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പം പലതരത്തിലുള്ള മോഷൻ ഓഫ് എ ബോഡി അത് മൊത്തമായിട്ട് ആസ് എ ഹോൾ ഫ്രം 1 point to another ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ട്രാൻസ്ലേഷൻ മൂവ്മെൻ്റ് എന്ന് പറയും. ഒരു ആക്സിസിൽ കേന്ദ്രീകരിച്ച് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേഷൻ മൂവ്മെൻ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേസിലെ ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 എണ്ണം ഉണ്ട്. എക്സിലും വൈയിലും ഇസഡിലും മൂവ് ചെയ്യാം. അപ്പോൾ ഒരു ട്രാൻസ്ലേഷൻ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും എത്ര എനർജി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞേ? 1/2 kBT. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ നമുക്കൊരു എത്ര ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം? പ്ലെയിനിലാണെങ്കിൽ എക്സിലും വൈയിലും മൂവ് ചെയ്യുക, അപ്പോൾ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം. സ്പേസിലാണ് എക്സിലും വൈയിലും ഇസഡിലും 3 ഡയറക്ഷൻ മൂവ് ചെയ്യുക, അപ്പോൾ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഇത് ഒന്ന് ഓർത്തിരിക്കുക, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്നുള്ളത്. ഇനി നമ്മൾ ഓരോ മോഡ് ഓഫ് മൂവ്മെൻറ്റിനെ കുറിച്ചുമാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ 1 വൈബ്രേഷൻ മോഡ്, ഒരു വൈബ്രേഷൻ മോഡാണെങ്കിൽ എന്തായിരിക്കും? അവിടെ 2 സ്ക്വയർഡ് ടേംസ്, 2 കാര്യങ്ങളുണ്ട് വൈബ്രേഷൻ മോഡിൽ. എന്തൊക്കെയുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഈച്ച് വൈബ്രേഷൻ ഫ്രീക്വൻസി ഹാസ് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഏതൊക്കെയാണ്? ഈച്ച് വൈബ്രേഷൻ ഫ്രീക്വൻസി ഹാസ് 2 മോഡ്സ് ഓഫ് എനർജി, കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ, വിത്ത് കറസ്പോണ്ടിങ് എനർജി ഈക്വൽ ടു. 2 കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് വൈബ്രേഷൻ മോഡിൽ. അപ്പോൾ ഓരോന്നിലും 1/2 kBT ആണെങ്കിൽ മൊത്തത്തിൽ 2 × 1/2 kBT എത്ര വരും? വൈബ്രേഷനിൽ kBT വരും. ഇനി ഒരു മോണോ ആറ്റോമിക് മോളിക്കുളിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്ങനെയൊക്കെയാണെന്നുള്ളത്, മോണോ ആറ്റോമിക് മോളിക്കുളിൻ്റെ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മോണോ ആറ്റോമിക് മോളിക്കുളാണെങ്കിൽ മോളിക്കുൾസ് ഓഫ് എ മോണോ ആറ്റോമിക് ഹാവ് ഒൺലി ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഒരാൾ തന്നെ ഒന്നെങ്കിൽ എക്സിൽ പോകാം, വൈയിൽ പോകാം, ഇസഡിൽ പോകാം, വേറൊരു പരിപാടി അവിടെ നടക്കില്ല. അപ്പോൾ മോണാറ്റോമിക് മോളിക്കുളിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡമേ ഉള്ളൂ. അപ്പോൾ എന്താണ് എനർജി എങ്ങനെയായിരിക്കും? ഒന്നിൽ 1/2 kBT ആണെങ്കിൽ 3 എണ്ണത്തിലൂടെ എത്രയുണ്ട്? 3/2 kBT. ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിക്കാൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? നമ്മളിവിടെ നോക്കുമ്പോൾ 3/2 kBT ഇൻറ്റു എത്രയുണ്ട് അവഗാഡ്രോ നമ്പറിൽ, അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര വരും? NKBT ആണ്. അപ്പോൾ NA
എൻ ഇൻറ്റു എൻ എ കെ ബി എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആറാണ്. അപ്പോൾ 3/2 RT. അപ്പോൾ നമുക്ക് സ്പെസിഫിക് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റൻറ്റ് വോളിയം DU/dt ആണ്. ഇതിനകത്ത് T കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/2 R. ഇനി സ്പെസിഫിക് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റൻറ്റ് പ്രഷർ കാണുന്നത് എങ്ങനെയാണ്? മേയേഴ്സ് റിലേഷൻ ഉപയോഗിച്ച് CP - CV = R. Therefore CP = CV + R. CV ഇപ്പോൾ കണ്ടുപിടിച്ചു 3/2 R. അപ്പോൾ അതിനെ R കൊണ്ട് പ്ലസ് ചെയ്തു. എത്ര വന്നു? 5/2 R വന്നു. ഇനി ഗാമ CP/CV കണ്ട 5/2 R / 3/2 R എത്ര വരും? 5/3 വരും. അതാണ്. ഇനി നമുക്ക് ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ കാണാം. ഡയാറ്റോമിക് മോളിക്യൂൾ രണ്ടുണ്ട്. റിജിഡ് റൊട്ടേറ്ററുണ്ട്, നോൺ റിജിഡ് റൊട്ടേറ്ററുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു പോകാത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എത്ര എനർജി എത്ര രീതിയിൽ നമുക്ക് മൂവ്മെൻറ്റ് പോസിബിളാണ് എന്നതിനനുസരിച്ചാണ്. അപ്പോൾ എത്ര രീതിയിൽ ഇത് മൂവ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതനുസരിച്ചാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറയുക. അപ്പോൾ നമ്മളിവിടെ പറയുമ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നതെങ്കിൽ അതിനൊരു ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളൂ. ഒരു പ്ലെയിനിലാണ് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഒരു സ്പേസിലാണെങ്കിൽ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ഉള്ള എനർജി എന്ന് പറയുന്നത് ലോ ഓഫ് ഈക്വിപാർട്ടീഷൻ ഓഫ് എനർജി അനുസരിച്ച് 1/2 kBT ഉള്ളൂ. അപ്പോൾ 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ 3 × 1/2 kBT. ഇനി വൈബ്രേഷൻ മോഡിൽ 2 എനർജി പോസിബിളാണ്. വൈബ്രേഷനിൽ അത് മൂവ് ചെയ്യുന്നതുകൊണ്ടും പൊസിഷൻ മാറുന്നതുകൊണ്ടും 2 തരം എനർജി ഉണ്ട്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. അപ്പോൾ ഓരോന്നിലും 1/2 kBT ആകുമ്പോൾ അതിൻ്റെ എനർജി എത്ര വരും? kBT. ഇനി ഒരു മോണാറ്റോമിക് മോളിക്യൂളിലെ എന്ത് എനർജി, അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്, എനർജി എത്രയാണ്, അതിൻ്റെ CV എത്രയാണ്, CP വാല്യൂ എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചാൽ ആദ്യം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ച് 3 ഉള്ളൂ. മോണാറ്റോമിക് ആകുമ്പോൾ Xൽ പോകാൻ വേണമെങ്കിൽ Yൽ പോവാം, Zൽ പോവാം. അപ്പം ഓരോന്നിലും 1/2 kBT വെച്ച് 3/2 kBT. ഇനി അത് ഇൻറ്റേർണൽ എനർജി കാണാൻ എൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. NA/kB അവഗാഡ്രോ നമ്പർ ഇൻറ്റു ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. 3/2 R ആണ്. ഇനി CP എന്ന് പറയുന്നത് എന്താണ്? CPയുടെ വാല്യൂ നമ്മൾ ΔU/ കോൺസ്റ്റൻറ്റ് വോളിയത്തിലെ കണ്ടുപിടിക്കുക. നമ്മൾ DU/dt ആണ്. അപ്പോൾ ഇവിടെ U/T കണ്ടാൽ മതി, 3/2 R കിട്ടും. ഇതിനെ U/T കാണുമ്പോൾ U/T കൊണ്ട് ഇൻറ്റേർണൽ എനർജി കാണുമ്പോൾ 3/2 R. അതിനകത്തുനിന്ന് CP - CV R ആയതുകൊണ്ട് അതിനകത്തുനിന്ന് CP കാണാൻ CV + R ആണ്. 3/2 R + R 5/2 R. ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചാൽ 5/3 കിട്ടും. ഇനി ഒരു ഡയാറ്റോമിക് മോളിക്യൂളാണ്. അത് 2 രീതിയിലുണ്ട്. റിജിഡ് റൊട്ടേറ്ററുണ്ട്, നോൺ റിജിഡ്. റിജിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. റിജിഡ് ബോഡിയുടെ മോളിക്യൂൾസ് ഒന്നും മാറിയല്ല. ഒരു റിജിഡ് ബോഡിയുടെ പാർട്ടിക്കിൾസ് ഫിക്സ്ഡ് ആണെന്നാണ് നമ്മൾ റൊട്ടേഷൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിജിഡ് റൊട്ടേറ്ററിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതിൻ്റെ ഇൻറ്റേർണൽ എനർജി, സ്പെസിഫിക് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റൻറ്റ് വോളിയം, കോൺസ്റ്റൻറ്റ് പ്രഷർ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആദ്യം കാണാം. ഒരു എന്താണ് ഇതിനകത്തെ ഒരു റിജിഡ് റൊട്ടേറ്റർ, പാർട്ടിക്കിൾസ് ഒന്നും മാറാത്ത റിജിഡായിട്ട് നിൽക്കുന്ന ഒരു റൊട്ടേഷൻ ഉള്ള ഒരു മോളിക്യൂളാണെങ്കിൽ, ഡയാറ്റോമിക് ആണെങ്കിൽ, അവിടെ ഡയാറ്റോമിക്കാണ് 2 പേരുണ്ട്. അതിൽ ഏതൊക്കെയുണ്ട്? 3 ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ 2 എണ്ണം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ആക്സിസിൽ കേന്ദ്രീകരിച്ച്. അപ്പോൾ എന്താണ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ 5 വരും. ഒന്നിൽ എത്ര എനർജി ഉള്ളത്? 1/2 kBT. അപ്പോൾ എത്ര എനർജി വരും? 5 × 1/2 kBT. ഇൻറ്റേർണൽ എനർജി 5/2 kBT. ഇൻറ്റേർണൽ എനർജി ഇത് 1 മോളിക്യൂളിൻ്റെ ആണ്. N മോളിക്യൂൾസിൻ്റെ 1 മോളിക്യൂൾ ഓഫ് അണോറ്റോമിക് ഗ്യാസ് ആകുമ്പോൾ 1 മോളിക്യൂളിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 5/2 RT. ഇനി CVയുടെ വാല്യൂ കാണാൻ T കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 5/2 R. ഇനി അതിനെ 6 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ CPയുടെ വാല്യൂ കിട്ടും, 7/2 കിട്ടി. ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഗാമ CP/CV 7/5 കിട്ടി. ഇനി നോൺ റിജിഡ് ആണെങ്കിൽ, ഉറപ്പിച്ച് വെക്കാത്തതാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും? എക്സാമ്പിൾ പറഞ്ഞാൽ CO അങ്ങനെയുള്ളൊരു മോളിക്യൂളാണ്, കാർബൺ മോണോക്സൈഡ്. ഉറപ്പിച്ച് വെക്കാത്ത, നമ്മൾ മോളിക്കുലർ സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്, നോൺ റിജിഡ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതിന് റൊട്ടേഷനും കൂടി സംഭവിക്കും. ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് നമുക്കറിയാം അവിടെ റൊട്ടേഷൻ കൂടെ വരും. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ട്രാൻസ്ലേഷൻ എക്സോ വൈലോ ഇസഡിലോ 2 ഡയറക്ഷനിൽ അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. 2 പേരുണ്ടല്ലോ, അപ്പോൾ അത് ചേർന്നിട്ട് 2 ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യാം. ഒരു വൈബ്രേഷണൽ ഡിഗ്രി അത് ഉറപ്പിക്കാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യാം. അപ്പോൾ 2 റൊട്ടേഷനും പറ്റും, വൈബ്രേഷനും കൂടി പറ്റും. അപ്പോൾ റിജിഡിലാണെങ്കിൽ ട്രാൻസ്ലേഷണൽ റൊട്ടേഷൻ ഉണ്ടായിരുന്നുള്ളൂ ഡയറ്റോമിക് മോളിക്യൂളിൽ. നോൺ റിജിഡ് ആണെങ്കിൽ
ഉറപ്പിച്ച് വെക്കാത്തതാണെങ്കിൽ എന്താ വരിക, പാർട്ടിക്കിൾസ് ഫിക്സ്ഡ് അല്ലെങ്കിൽ വൈബ്രേഷൻ കൂടെ പോസിബിളാണ്. അപ്പോൾ എങ്ങനെയാണ് എനർജി വരിക? ഇവിടെ ഇവിടെ എത്ര എണ്ണം വരും? 7/2 ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ 7 വരും. 7 വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? 7/2 kBt. 7/2 kBt വരുമ്പോൾ എന്താ സംഭവിക്കുക? മോളിക്യൂൾസ് NA വരും, 7/2 RT. അതുപോലെ തന്നെ T കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7/2 R വരും, 9/2 വരും, ഡിവൈഡ് ചെയ്യുമ്പോൾ 9/7 വരും. ഇതുപോലെ 2 മോളിക്യൂളിൻ്റെ വരെയുള്ളതാണ് പറഞ്ഞത്. നമുക്ക് പോളി ആറ്റോമിക് 2-ലധികം ഉള്ളതിൻ്റെ എല്ലാം ജനറലി പോളി ആറ്റോമിക് മോളിക്യൂളിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണാൻ ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, 6 + 2f. അപ്പോൾ ഇവിടെ F വൈബ്രേഷണൽ, ഇവിടെ 3 എല്ലാത്തിനും കൂടുതലുള്ളതിന് 2-ലധികം ഉള്ളതിന് 3 ട്രാൻസ്ലേഷനും 3 റൊട്ടേഷനും, 2-ലധികം ആകുമ്പോൾ 3 ഡയറക്ഷൻ റൊട്ടേഷൻ നടത്താം. F ഡിഗ്രി വൈബ്രേഷൻ F ഡിഗ്രി ആകുമ്പോൾ ആകെയുള്ള 6 + 2f വൈബ്രേഷൻ 2 എണ്ണം എക്സ്ട്രാ വരും. അതാണ് ഇവിടെ വന്നേക്കുന്നത്. വൈബ്രേഷനിൽ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുമല്ലോ. ഒന്ന് എന്താണ്, നമ്മൾ ½ kBt എടുക്കുമ്പം ഇവിടെ 2 ടൈംസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ 3 + 2 + 2 എന്ന് വന്നത്. ഇവിടെ ആഡ് ചെയ്യുമ്പം ശരിക്കും 6 വരേണ്ടത്, സംശയം തോന്നാം. 3 ട്രാൻസ്ലേഷൻ ഡിഗ്രി, 2 റൊട്ടേഷൻ ഡിഗ്രി, വൈബ്രേഷൻ തന്നെ കൈനറ്റിക് എനർജിക്ക് ½ kBt ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജിക്കും ½ kBt ഉണ്ട് വൈബ്രേഷൻ നടക്കുമ്പോൾ. ഇത് 2ആയിട്ട് കൂട്ടി നമ്മൾ വൈബ്രേഷൻ്റെ. അങ്ങനെയാണ് 3 × 5 = 7 വന്നത്. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് 3 ട്രാൻസ്ലേഷൻ ഡിഗ്രി, 3 റൊട്ടേഷൻ ഡിഗ്രി, F വൈബ്രേഷൻ എന്ന് കൂട്ടി. അപ്പോൾ ആകെയുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ 6 വരും. പിന്നെ ഒരു വൈബ്രേഷൻ തന്നെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്, 2 എണ്ണം വരും. അങ്ങനെയാണ് 2f എന്ന് പറയുക, 6 + 2f. അപ്പോൾ ആ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? 6 + 2f എന്ന് പറയും. ഒന്നിലുള്ള എനർജി ½ kBt ആകുമ്പം ഇത്രയുള്ളതിലുള്ള എനർജി എത്ര വരും? 6 + 2f × ½ kBt. ഇത് സിംപ്ലിഫൈ ചെയ്ത് 2 ക്യാൻസൽ ചെയ്ത് നമ്മൾ എഴുതുമ്പോൾ 3 + f kBt എന്ന് വരും. ഇൻറ്റേർണൽ എനർജി കാണണമെങ്കിൽ ഇതിൻ്റെ അവഗാഡ്രോ നമ്പർ 1 മോളിൻ്റെ കാണാം. അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് kBt × NA എന്നുള്ളത് 6 എന്ന് കൊടുത്തു. T കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3 + f 6 കിട്ടി. നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇനി അതിനെ CP കണ്ടുപിടിച്ചു. ഇതിനകത്തുനിന്ന് 6 പ്ലസ് ചെയ്തു, 4 + f 6 ഡിവൈഡ് ചെയ്യുമ്പോൾ 4 + f r ഡിവൈഡ് ബൈ 3 + f. ഡിവിഷൻ കണ്ടുമ്പോൾ CP/CV എന്ന് പറഞ്ഞാൽ 4 + f ഡിവൈഡ് ബൈ 3 + f. അതിൽ എത്ര വൈബ്രേഷൻ, ഏത് ടൈപ്പ് മോളിക്യൂളാണ് പോളി ആറ്റോമിക് എന്ന് പറഞ്ഞാൽ 2-ലധികം ഉള്ള ഏതും ആകാം. അപ്പോൾ അതിനകത്തുനിന്ന് വെച്ചിട്ട് എഫിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഇതിനകത്ത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ആവറേജ് കൈനറ്റിക് എനർജി, നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിലാണെങ്കിൽ ആവറേജ് എനർജി എന്ന് പറയുമ്പം പൊട്ടൻഷ്യലും കൈനറ്റിക് എനർജിയും കൂടെ കൂട്ടി kBt പറയും അല്ലേ. ഇനി അതിനകത്ത് നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ വരുമ്പം നമ്മൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 3RT എന്ന് എഴുതി. ഇനി കോൺസ്റ്റൻറ്റ് പ്രഷറിലാണെങ്കിൽ നമുക്കറിയാം ΔQ = ΔU + P∆Vയിലെ P∆V എന്ന് പറയുന്ന ഇൻറ്റേർണൽ എനർജിയാണ്. സോളിഡിന് ΔV നെഗ്ലിജിബിളാണ്. അതുകൊണ്ട് നമുക്ക് ഇൻറ്റേർണൽ എനർജിയുടെ ഇക്വേഷൻ എന്തെന്ന് എഴുതാം? 3R എന്ന് എഴുതാം സോളിഡ്സിലെ. ഇനി വാട്ടറിൻ്റെ ആണെങ്കിലോ, വെറുതെ ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. വാട്ടറിൻ്റെ ആണെങ്കിൽ ΔQ/ΔT ആണ്. ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 3 kBt വരിക. ആവറേജ് കൈനറ്റിക് എനർജി 3 വാട്ടർ മോളിക്യൂളിൽ 3 ആറ്റം ഉള്ളതുകൊണ്ട് 3 എനർജി വരും. 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 3 kBt വരിക. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ എല്ലാവരുടെയും കൂടെ കൂട്ടുമ്പോൾ 3 × 3 kBt × NA. kB × NA എന്ന് പറയുന്നത് എപ്പോഴും 6 വരിക. അതിനെ T കൊണ്ട് ഡിവൈഡ് ചെയ്താൽ Cയും കിട്ടും, 9R എന്ന് വരും. അപ്പോൾ ഇതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ മോണാറ്റോമിക്കും ഡയാറ്റോമിക്കിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓർക്കാം. മോണാറ്റോമിക്കിന് 3 ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാത്രം, 3 × ½ kBt. kBtയിലെ NA കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ kB × NA 6 വരും. അപ്പോൾ 3/2 RT വരും. T കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കിട്ടി, 3/2 R. ഇനി അതിന് 6 ആഡ് ചെയ്യുമ്പോൾ സ്പെസിഫിക് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റൻറ്റ് പ്രഷർ കിട്ടി. ഈ CP/CV കാണാം. ഡയാറ്റോമിക് മോളിക്യൂളിന് റിജിഡ് റൊട്ടേറ്റർ ആണെങ്കിൽ ഏതൊക്കെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നുണ്ട്? നമുക്ക് 3 ട്രാൻസ്ലേഷൻ ഡിഗ്രിയും 2 റൊട്ടേഷൻ ഡിഗ്രിയേ വരുന്നുള്ളൂ. 5/2 kBt വരും.
അതിന് അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 മോളിൻ്റെ കണ്ടുപിടിച്ചു. KB × N എന്ന് പറയുന്നത് 6 യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് 6 കൊടുത്തു. T കൊണ്ട് ഡിവൈഡ് ചെയ്ത് CV കണ്ടുപിടിച്ചു. CP കാണണമെങ്കിൽ +6 ചെയ്താൽ മതി. അങ്ങനെ CP/CV ആണ്. ഇനി നോൺ റിജിഡ് റൊട്ടേറ്റർ ആകുമ്പോൾ 2 വൈബ്രേഷൻ, ഇവിടെ വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരും, 3 ട്രാൻസ്ലേഷനും 2 റൊട്ടേഷനും 1 വൈബ്രേഷൻ തന്നെ 2 എണ്ണം വരും, കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും. അങ്ങനെയാണ് ഇവിടെ 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയത്. അത് വെച്ചിട്ട് നമ്മൾ 7/2 kBT എഴുതി, N കൊണ്ട് 1 മോളിൻ്റെ കണ്ടു, എന്നിട്ട് T കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് CV കണ്ടുപിടിച്ചു. അതിൽ 6 പ്ലസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ CP കിട്ടി, ഡിവൈഡ് ചെയ്തു. പോളി ആറ്റോമിക് മോളിക്യൂൾ ആകുമ്പോൾ 6 + 2F എന്ന് ഓർത്താൽ മതി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. 3 റൊട്ടേഷൻ, 3 ട്രാൻസ്ലേഷൻ +2 വൈബ്രേഷന് 2 ഫ്രീഡം വരും, കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും 2 ഡിഗ്രീസ് ഫ്രീഡം വരും. 6 + 2F, നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 6 + 2F എന്ന് എഴുതി. അതിനെ ×½ kBT കൊടുത്ത് എനർജി കണ്ടുപിടിച്ചു, ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിച്ചു. 1 മോളിൻ്റെ കാണാൻ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. T കൊണ്ട് ഡിവൈഡ് ചെയ്ത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലെ കണ്ടു, 6 പ്ലസ് ചെയ്ത് CP കണ്ടുപിടിച്ചു, ഡിവൈഡ് ചെയ്തു. ഇനി സോളിഡ്സിൽ ΔV കുറവാണ്, അതുകൊണ്ട് നമ്മുടെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസിൻ്റെ ഉള്ളത് തന്നെയാണ് കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ളത് കാണേണ്ടത്. അത് 3 ആണെന്ന് 6 നോക്കുക. സ്പെസിഫിക് കപ്പാസിറ്റി വാട്ടറിൻ്റെ 9 6 ഓർത്ത് വെച്ചാൽ മതി. കൂടുതൽ അതിനകത്തുനിന്ന് ചോദിക്കാറൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇനി നമുക്ക് അതിനകത്തുനിന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം മീൻ ഫ്രീ പാത്ത് എന്നാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ ഗ്യാസ് മോളിക്യൂൾസ് വളരെ സ്പീഡിൽ മൂവ് ചെയ്യുക അല്ലേ. മീൻ ഫ്രീ പാത്ത് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾസ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ മോളിക്യൂൾ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻ. 2 കൊളീഷന് ഇടയ്ക്ക് എപ്പോഴും ഗ്യാസ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 കൊളീഷന് ഇടയ്ക്ക് ഇത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് മീൻ ഫ്രീ പാത്ത്. അത് കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ ഉണ്ട്, അത് ഓർമ്മിച്ച് വെക്കുക. L = 1/√2 πN/d². N എന്ന് പറയുന്ന നമ്പർ ഡെൻസിറ്റിയാണ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, D ഡയമീറ്റർ ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ്. N നമ്പർ ഡെൻസിറ്റി, D ഡയമീറ്റർ, L ആണ് മീൻ ഫ്രീ പാത്ത്. എന്ന് പറഞ്ഞാൽ എന്താ, 2 കൊളീഷനിടയ്ക്ക് മൂവ് ചെയ്യുന്ന ആവറേജ് ഡിസ്റ്റൻസ്. L = 1/√2 πN/d² ആണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് ഓർക്കുക. മീൻ ഫ്രീ പാത്ത് എന്താണെന്ന് ചോദിക്കും. മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂൾ 2 സക്സസീവ് കൊളീഷനിടയ്ക്ക് മൂവ് ചെയ്യുന്ന ആവറേജ് ഡിസ്റ്റൻസ്. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ L = 1/√2 πN/d². പൈ എന്ന് പറയുന്ന √2 കോൺസ്റ്റൻസ് ആണ്. N എന്ന് പറയുന്ന നമ്പർ ഡെൻസിറ്റി, നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, D എന്ന് പറയുന്ന ഡയമീറ്റർ ഓഫ് ദി മോളിക്യൂൾ. ഇതാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയാം. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ഒന്ന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നു, ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പറയാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റേർണൽ എനർജിയുടെ NCV ΔT. CV എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഒരു കോൺസ്റ്റൻറ്റ് വോളിയമാണ്. കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ യൂണിറ്റ് മാസിന് 1 ടെമ്പറേച്ചർ ഇൻക്രീസിന് ആവശ്യമായ എമൗണ്ട് ഓഫ് ഹീറ്റ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി നമുക്കറിയാം, N മോളിക്യൂൾസിന് ΔT ഇൻക്രീസ് ആവശ്യമുള്ള എനർജി എന്ന് പറയുമ്പോൾ ഇതിനെ N കൊണ്ട് ΔT കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഒരു കോൺസ്റ്റൻറ്റ് വോളിയം. 1 മോളിലാണെങ്കിൽ നമുക്കറിയാം Nൻ്റെ വാല്യൂ 1 കൊടുത്തിട്ട് CV കാണുമ്പോൾ dU/dt, ΔU അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതി ΔU/ΔT എന്ന് എഴുതിയാലും മതി. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഒരു അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ഉള്ളൂ. പ്ലെയിനിലാണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 ഉണ്ട്, എക്സിലും വൈയിലും മൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. ഒരു സ്പേസിലാണെങ്കിൽ അതിന് എക്സിലും വൈയിലും ഇസഡിലും മൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി അനുസരിച്ച് എല്ലാ ഡയറക്ഷനിലും ഒരേ രീതിയിലാണ് എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അത് ½ kBT എന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വൈബ്രേഷൻ ഉണ്ടെങ്കിൽ അവിടെ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 2 രീതിയിലും എനർജി കണ്ടുപിടിക്കണം. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയും 2 എണ്ണം ഉണ്ടെന്ന്, വൈബ്രേഷനിൽ 2 എണ്ണം ഉണ്ടെന്ന് ഓർത്തോളുക. ഇനി ഒരു മോണോറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ അതിൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? ഒരാളേ ഉള്ളൂ, തനിച്ച് എക്സ് ഡയറക്ഷനിൽ വേണം പോകാം, വൈ ഡയറക്ഷൻ ഇസഡ് ഡയറക്ഷനിൽ. ഒന്നിലുള്ള എനർജി ½ kBT, 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡമേ ഉള്ളൂ, 3/2 kBT. ഇനി 1 മോളിൻ്റെ കാണണമെങ്കിൽ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോഴത്തെ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. N × KB എന്ന് പറയുന്നത് 6 ആണ്.
ഇനി ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി സി വി ആയതുകൊണ്ട് ഇനി ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/2 ആർ കിട്ടും. സി പി കാണണമെങ്കിൽ സി വി എ പ്ലസ് ആറാണ്. 3/2 ആർ പ്ലസ് ആർ എത്ര വരും? 5/2 ആർ. സി പി സി വി റേഷ്യോയ്ക്കാണല്ലോ നമ്മൾ ഗാമ എന്ന് പറയുന്നത്. അതിവിടെ കണ്ടുപിടിക്കാം. ഡയാറ്റോമിക് രണ്ടും ആറ്റമുള്ള മോളിക്കുള്ളിൽ 2 തരത്തിൽ കൺസിഡർ ചെയ്യാറുണ്ട്. ഒന്ന് ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന റിജിഡും മറ്റൊന്ന് ഉറപ്പിച്ച് വെക്കാത്തവ നോൺ റിജിഡും. ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതിലുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആദ്യം കണ്ടുപിടിക്കാം. ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന റിജിഡ് റൊട്ടേറ്ററിൽ 3 ട്രാൻസ്ലേഷൻ 2 റൊട്ടേഷൻ 5 എണ്ണമേ ഉള്ളൂ. ഒന്നിൽ ഹാഫ് kBt ആണ് എനർജി, 5/2 ഹാഫ് kBt. ഇനി 1 മോളിനാണ് എന്നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. kB ഇൻറ്റു എന്നെ 6 ആണ്. അത് ഡി യു ബൈ ഡി ടി കാണുമ്പോൾ അല്ലെ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി ചെയ്താൽ സി വി കിട്ടും. 5/2 ആർ കിട്ടും. അതിനെ 6 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ 7/2 ആർ കിട്ടും. സി പി ബൈ സി വി ആണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ കിട്ടും. ഇനി നോൺ റിജിഡ് റൊട്ടേറ്റർ ആണെങ്കിൽ എന്താണ്? നോൺ റിജിഡ് എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് വെക്കാത്തവയാണെങ്കിൽ വൈബ്രേഷനും കൂടെ പോസിബിളാണ്. അതുകൂടെ എടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഡയാറ്റോമിക് ആകുമ്പോൾ 2 എണ്ണം ഉള്ളതിൽ ഏതൊക്കെ ഉണ്ട്? 3 ട്രാൻസ്ലേഷൻ 2 റൊട്ടേഷൻ ഉണ്ട്, കൂടാതെ 1 വൈബ്രേഷൻ. 1 വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ അതിലൊന്ന് കൈനറ്റിക്കും ഉണ്ട് പൊട്ടൻഷ്യലും ഉണ്ട്. അത് 2 കൂടെ കൂട്ടണം. അപ്പോൾ എത്ര എണ്ണം ആകും? 7 ആകും. 7/2 kBt. 3 2 5 2 7. ഇനി അതിലൊന്ന് ഹാഫ് kBt ആകുമ്പം 7 എണ്ണത്തിലുള്ള 7/2 kBt. 1 മോളിൻ്റെ കാണുമ്പോൾ എന്നെ kB ഇൻറ്റു എന്നെ 6. ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി ചെയ്താൽ സി വി കിട്ടി. സി പി ഈക്വൽ സി വി പ്ലസ് ആർ. അങ്ങനെ 9/2 7/2 നോൺ റിജിഡിൻ്റെ. ഇനി ജനറലായിട്ട് 2-ലധികം ഉള്ളതിനെല്ലാം നമ്മൾ പോളി ആറ്റോമിക് എന്ന് പറയും. അവിടെ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. 3 ട്രാൻസ്ലേഷനും 3 എണ്ണം ഉള്ളപ്പോൾ 3 റൊട്ടേഷനും പറ്റും. പിന്നെ വൈബ്രേഷൻ എഫ്, എത്ര തരത്തിലുള്ള വൈബ്രേഷൻ നമുക്ക് ജനറലി എഫ് എന്നങ്ങ് സങ്കല്പിക്കാം. എഫ് തന്നെ കൈനറ്റിക്കും ഉണ്ട് പൊട്ടൻഷ്യലും ഉണ്ട് 2 ചെയ്യുമ്പോൾ. അപ്പോൾ ആകെയുള്ളത് എത്രയെന്ന് എഴുതാം? 6 + 2 എഫ്. ഇതിനെ ഹാഫ് kBt കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻറ്റേർണൽ എനർജി കിട്ടും. 1 മോളിൻ്റെ കാണണമെങ്കിൽ എന്നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. kB ഇൻറ്റു എന്നെ 6 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഹാഫ് kBt കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് ആകെയുള്ള ഇൻറ്റേർണൽ എനർജി എന്ന് കിട്ടിയത്. ഇനി ഇൻറ്റേർണൽ എനർജി 1 മോളിക്കുളിൻ്റെ കാണണമെങ്കിൽ എന്നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് kB ഇൻറ്റു എന്നെ 6 എന്ന് എഴുതി. നേരത്തെ ചെയ്ത പോലെ തന്നെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ സി വി കിട്ടി. സി വി 6 കൊണ്ട് പ്ലസ് ചെയ്തപ്പോൾ സി പി കിട്ടി. സി പി ബൈ സി വി ചെയ്തപ്പോൾ 4 + f/3 + f കിട്ടി. ഇനി സോളിഡ്സിൽ വോളിയം ചേഞ്ച് കുറവാണ്. അപ്പോൾ നമുക്ക് സ്പെസിഫിക് കപ്പാസിറ്റി ചെയ്യുമ്പോൾ 3 ആണെന്നും മോളിക്കൂളിൻ്റെ എണ്ണം നോക്കിയിട്ട് വാട്ടറിൻ്റെ കാണുമ്പോൾ 9 ആണെന്നും കിട്ടും. ഇനി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ വാല്യൂ ഓർത്ത് വയ്ക്കുക. വാട്ടർ ഉപയോഗിക്കുന്നതിന് ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയതുകൊണ്ടാണ് കൂളൻസ് ആയിട്ടൊക്കെ വാട്ടർ ഉപയോഗിക്കുന്നത് കേട്ടോ. അത് ഓർത്ത് വെച്ചോണേ. മീൻ ഫ്രീ പാത്ത് എന്താണ്? മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും മോളിക്യൂൾസ് കൊളീഷനിലായിരിക്കും. 2 സക്സസീവ് കൊളീഷൻ ഇടയ്ക്കുള്ള ആവറേജ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മീൻ ഫ്രീ പാത്ത് എന്ന് പറയും. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ L = 1/√2 × πn/d². n എന്ന് പറയുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയമാണ്. d എന്ന് പറയുന്ന ഡയമീറ്റർ ഓഫ് ദി മോളിക്യൂളാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള. 2 ക്ലാസ്സിലായിട്ട് ചാപ്റ്റർ പറഞ്ഞത് എക്സ്പ്രഷൻ പ്രഷറും അതിന് ഒരു 4-5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും ഇത്രയും ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട്. മീൻ ഫ്രീ പാത്തിൻ്റെ ഇക്വേഷന്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, പിന്നെ എക്സ്പ്രഷൻ ഫോർ പ്രഷർ, ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.